ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ചൊവ്വാഴ്ച താന്നിപ്പുഴ YMCA ഹാളിലായിരുന്നു മത്സരങ്ങൾ. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് TV വൈശാഖ് ഉദ്ഘാടനം നിർവഹിച്ചു. ഒക്കൽ ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഷട്ടിൽ ടൂർണമെന്റ് കായിക പ്രേമികൾക്ക് ആവേശമായി. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടെ താന്നിപ്പുഴ YMCA ഹാളിലായിരുന്നു ടൂർണമെന്റിന്റെ ഉദ്ഘാടനം. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് TV വൈശാഖ് ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ കാലത്തെ ചെറുപ്പക്കാരെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവരെ ഏറ്റവും അധികം അവർക്കിടയിലേക്ക് എത്തപ്പെടേണ്ട ഒരു ആശയം തന്നെയാണ് ലഹരിയാകാം കളിയിടങ്ങളോട് എന്ന മുദ്രാവാക്യം. കാരണം ലഹരി എന്നൊരു വാക്ക് യഥാർത്ഥത്തിൽ നല്ലൊരു വാക്കാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ ലഹരി തൻ്റെ ജീവിതത്തോടോ അല്ലെങ്കിൽ ഇത്തരം കായിക വിനോദങ്ങളോടോ ഉണ്ടാവുക എന്നതിനും അപ്പുറത്തേക്ക് മറ്റേതെങ്കിലും പദാർത്ഥങ്ങളോട് ലഹരിയായി തീരുന്ന ഘട്ടങ്ങളിൽ ഈ പറയുന്ന മദ്യ, മയക്കുമരുന്ന് അല്ലെങ്കിൽ പുതിയ കാലത്തെ ഇംഗ്ലീഷ് അക്ഷരമാലയ്ക്കകത്ത് ഓരോ അക്ഷരങ്ങളും ചേർത്ത് വെച്ച ഇന്ന് പുതിയ രാസലഹരികളാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം ലഹരികൾക്ക് അടിമപ്പെടാതെ തങ്ങളുടെ ജീവിതത്തോട് ആ ജീവിതത്തിൻ്റെ ലഹരിയോട് അടിമപ്പെടാൻ കഴിയുന്ന തരത്തിൽ അല്ലെങ്കിൽ ജീവിതമാകുന്ന ലഹരിയിൽ ഏറ്റവും മികച്ച നിലയിൽ മുമ്പോട്ട് പോകുവാൻ ഈ പുതിയ കാലത്തെ പ്രാപ്തമാക്കേണ്ടത് ഈ രാജ്യത്തിൻ്റെയും നാടിൻ്റെയും ഒക്കെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്ന് കണ്ടുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിൽ ലഹരിയാകാം കളിയിടങ്ങളോടെന്ന മുദ്രാവാക്യം ഉയർത്തി ഈ ഓരോ അവധിക്കാലങ്ങളിലും ഇത്തരം ക്യാമ്പയിനുകൾ, അത് അവധിക്കാലങ്ങളിൽ മാത്രമല്ല, ചില ഘട്ടങ്ങളിൽ നമ്മൾ അവധിക്ക് മുമ്പും ശേഷവും ഒക്കെയായി ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുണ്ട്. ഡിവൈഎഫ്ഐ ഒക്കൽ മേഖലാ കമ്മിറ്റി സെക്രട്ടറി നിഖിൽ ജോസ് ആമുഖ പ്രഭാഷണം നടത്തി. വെക്കേഷൻ കാലയളവിൽ ഫുട്ബോൾ, ക്രിക്കറ്റ് എല്ലാ പരിപാടികളും നടത്താറുണ്ട്. അപ്പോൾ ഇത് ഷട്ടിൽ ടൂർണമെൻറ്റ് ഇത് ആദ്യമായിട്ടാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ലഹരിയാകാം കളികളോടെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. ഡിവൈഎഫ്ഐ പെരുമ്പാവൂർ ബ്ലോക്ക് കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ഒക്കൽ മേഖലാ കമ്മിറ്റി പ്രസിഡന്റുമായ അഖിൽ V അശോക് അധ്യക്ഷത വഹിച്ചു. CPIM ഒക്കൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MK രാജഗോപാൽ, CPIM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KB ഷാജി, TK സിജു, ഡിവൈഎഫ്ഐ പെരുമ്പാവൂർ ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വിമൽ വിജയൻ, ഡിവൈഎഫ്ഐ ഒക്കൽ മേഖലാ കമ്മിറ്റി ട്രഷറർ TS കണ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഡിവൈഎഫ്ഐ ഒക്കൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഷട്ടിൽ ടൂർണമെൻറ്റിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. യുവജനങ്ങളുടെ ഏത് മേഖലയിലും ഇടപെടുന്ന ഒരു സംഘടനയായി ഡിവൈഎഫ്ഐ പ്രവർത്തിക്കുകയാണ്. ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നത് ലഹരിക്കെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ്റെ സന്ദേശം വിളിച്ചറിയിച്ചുകൊണ്ടാണ് ചെറുപ്പക്കാരുടെ ഇടയിൽ കായിക രംഗത്തും കലാരംഗത്തുമെല്ലാം അവരെ സജീവമാക്കാൻ, അതുവഴി ലഹരിയോട് അതിനെ തള്ളിപ്പറയാനും ചെറുപ്പക്കാർ ആ മേഖലയിലേക്ക് തിരിയാതിരിക്കാനും സഹായകരമായിട്ടുള്ള പദ്ധതിയാണ് ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഡിവൈഎഫ്ഐയുടെ ഒക്കൽ വില്ലേജ് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ലഹരിയാകാം കളിയിടങ്ങളിലൂടെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിനായി ഈ ഷട്ടിൽ ടൂർണമെൻറ്റ് ഇവിടെ നടത്തുവാൻ തീരുമാനിച്ച ഒക്കൽ വില്ലേജ് കമ്മിറ്റിയെ ഒക്കൽ ലോക്കൽ കമ്മിറ്റി CPIMൻ്റെ ഒക്കൽ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവർക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഡിവൈഎഫ്ഐ പെരുമ്പാവൂർ ബ്ലോക്ക് കമ്മിറ്റി അംഗം അഖിൽ V അശോക് വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ യുവാക്കൾക്ക് ഉപരി യുവതികളും ഇത്തരം ഒരു മോശപ്പെട്ട രീതിയിൽ ഈ രാസലഹരിയുടെ ഉപയോഗത്തിൽ പങ്കുചേരുന്നു എന്നുള്ളൊരു വളരെ വേദനാജനകമായിട്ടുള്ളൊരു മെസ്സേജാണ് ഇപ്പോൾ സമൂഹത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾക്കൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ വഴിതെറ്റി പോവാതെ അവരെ നല്ല ആശയങ്ങളിലൂടെ നല്ല കാര്യങ്ങളിലൂടെ പറഞ്ഞ് ബോധവൽക്കരിക്കപ്പെടാനും ഇത്തരം ഡിവൈഎഫ്ഐ എന്ന സംഘടന മുന്നോട്ട് വയ്ക്കുന്ന ഈ ടൂർണമെൻറ്റ്, ഇതിനു മുന്നേ നമ്മൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചു. ഇതിൻ്റെ എല്ലാ ആശയം ഇത് തന്നെയാണ്. ചെറുപ്പക്കാർ, യുവാക്കളും യുവതികളടക്കമുള്ളവർ
മറ്റു തെറ്റുകളായിട്ടുള്ള രാസലഹരിയുടെ ഉപയോഗത്തിലേക്ക് പോവാതെ നാടിന് ഗുണമുള്ള നാടിൻ്റെ നാളത്തെ വക്താക്കളായി മാറേണ്ട സാഹചര്യങ്ങളിലേക്ക് വരുവാൻ അവരെ മുന്നോട്ട് നയിക്കുവാൻ വേണ്ടിയുള്ള രീതിയിൽ എത്തിപ്പെടേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ.